ആദാബ്. ഇന്നത്തെ വീഡിയോയിൽ ഉറുദു ഖവായിദുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, അഥവാ ഉറുദു ഗ്രാമർ. ആദ്യമായിട്ട് കാഫിയ എന്താണെന്ന് നോക്കാം. കാഫിയ എന്ന് പറഞ്ഞാൽ ഷേർ കെ ആഹിർ മേ ആനെ വാലെ ഹമാവാസ് അൽഫാസ്. ഷേറിൻ്റെ അവസാനം വരുന്ന ഹമാവാസ് അൽഫാസുകളെയാണ് നമ്മൾ കാഫിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഷേർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിലേ നാദ തുജേ ഹുവാ ക്യാ ഹേ, ആഹിർ ഇസ് ദർദ് കി ദവാ ക്യാ ഹേ. ഇതിൽ ഈ ഹുവ, ദവ ഇതൊക്കെയാണ് കാഫിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന് ശേഷം ഒരു സിവ എന്നാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്താണ്, കാഫിയ തന്നെയാണ്. ഇനിയിപ്പോൾ റദീഫ് ആണെന്നുണ്ടെങ്കിൽ ഈ കാഫിയയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഈ ആവർത്തിച്ച് വരുന്ന ഈ ക്യാഹേ, ഇവിടെ കണ്ടില്ലോ, ഇതിൽ ക്യാഹയാണ് ആവർത്തിച്ച് വരുന്നത്. ഇതുപോലെ ആവർത്തിച്ച് വരുന്നതിനെയാണ് കാഫിയയ്ക്ക് ശേഷം ആവർത്തിച്ച് വരുന്ന അൽഫാസാണ് എന്ത്, റദീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. കാഫിയ കെ ബാദ് ബാർ ബാർ ആനെ വാലെ ലഫ്സാണ് റദീഫ്. ഇനി അടുത്തത് ഷാഹി ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗസലിലെ സബ്സെ ഉംദ ഷേർ, അതിലെ ഏറ്റവും മനോഹരമായ ഷേറിനെയാണ് എന്ത് പറയുന്നത്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഷേറിനെയാണ് പറയുന്നത് ഷാഹെ ബൈത്ത് എന്ന് പറയുന്നത്. മോമിൻ്റെ തുമരെ സാത്ത് ഹോത്തോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നൊരു ഷേറുണ്ട്, അതൊക്കെ ഷാഹെ ബൈത്തിന് ഉദാഹരണമാണ്. ഇനിയിപ്പോൾ മത്തല എന്ന് പറഞ്ഞാൽ ഗസൽ യാ കസീദ കെ പഹലെ ഷേർ, ഒരു ഗസലിൻ്റെയോ കസീദയുടെയോ ആദ്യത്തെ ഷേറാണ് മത്തല എന്ന് പറയുന്നത്. ഇനി അടുത്തത് മക്ത എന്ന് പറഞ്ഞാൽ ഗസൽ യാ കസീദ ക ആഹിരി ഷേറാണ്, അവസാനത്തെ ഷേറിനെയാണ് മക്ത എന്ന് പറയുന്നത്. അതിലാണ് തഹല്ലുസ് ഉണ്ടാവുക, അതിലാണ് കവി തൻ്റെ തൂലികാനാമം ഉൾപ്പെടുത്തുക. തൂലികാനാമം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ചെറിയൊരു ടിക്ക് മാർക്ക് പോലെ ഉണ്ടാവും മുകളിൽ, അതാണ് തൂലികാനാമത്തിൻ്റെത്. ഇനി അടുത്തത് മുഹാവരയാണ്. മുഹാവര എന്ന് പറഞ്ഞാൽ ഇഡിയംസ് അഥവാ ഭാഷാ ശൈലികൾ. ഗുഫ്തഗു കർണയ ഹം കലാം ഹോന, ബാ ഹോന എന്ന് വെച്ചാൽ ബഹുത്ത് ഖൂഷ് ഹോന. ആഗ് ബറസ്ന എന്ന് പറഞ്ഞാൽ സഹത്ത് ഗർമി പഠനം എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ പൊടിയിടുക, അല്ലെങ്കിൽ കുളം തോണ്ടുക, അതല്ലാന്നുണ്ടെങ്കിൽ തീയാണ് പെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയുന്ന ഭാഷാ ശൈലികളെയാണ് എന്ത് പറയുന്നത്, മുഹാവറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് സർബുൽ മിസാൽ അഥവാ കഹാവത്തുകൾ, നമ്മൾ പ്രോവേബ്സ് എന്ന് പറയില്ലേ. ഇത് നോക്കൂ, ഏക് അണ്ട വോ ബി ഗന്ത, ഏക് ഹി ബേട്ട വോ ബി നാ ലായിക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് നോക്കൂ, ബന്ദർ കെ ഹാത്ത് നാരിയൽ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്ന് പറയാറില്ലേ, അതുപോലെ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള സംഭവമാണ് എന്ത്, കഹാവത്ത് അല്ലെങ്കിൽ സർബുൽ മിസാൽ എന്ന് പറയുന്നത്. ഇനി തൽമീഹാണ്. തൽമീഹ് എന്ന് പറഞ്ഞാൽ കലാം മേ കിസി മഷ്ഹൂർ ഷഹസ് ചീസ് വാക്കിയായ കിസി മസ്ഹബി റിവായത്ത് ബയാൻ കിയാഹോ. ഇതിലെന്താണ്, ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികൾ അല്ലെങ്കിൽ വസ്തുക്കൾ, സംഭവങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യും, ഷേറിൽ കൊണ്ടുവരും. ആ രചനയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം വേറെ രീതിയിൽ മാറിപ്പോവും. ഇതിപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇബ്നെ മറിയം ഹുവാ കരേ ഖോയി മെരേ ദുഃഖി ദവാ കരേ ഖോയി. ഇബ്നെ മറിയം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, മഷ്ഹൂർ ഷഹസാണ്. അപ്പോൾ ഇബ്നെ മറിയം എന്നുള്ള ഒരു പേര് ഇതിൽ വരുന്നതോടുകൂടി നമ്മൾ അവരുടെ ചരിത്രം മുഴുവൻ ഇതിലേക്ക് ഓർക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഒരൊറ്റ ലൈനിലൂടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരൊറ്റ ചെറിയൊരു വാക്കിലൂടെ തന്നെ ഒരു വലിയ അർത്ഥങ്ങൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, തൽമീഹ് എന്ന് പറയുന്നത്. അടുത്തത് ഇത് നോക്കൂ, തൂരിസീന. തൂരിസീന എന്ന് പറഞ്ഞാൽ ഏക് ജൽവാത്ത കലീം തൂരിസീന കേളിയെ തോ തജല്ലി ഹേ സിറാപ്പ ചഷ്മ ബനാ കേളിയെ. ഇതിൽ കണ്ടില്ലേ തൂരിസീന. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള വ്യക്തികൾ, വസ്തുക്കൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു കലാമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് തൽമീഹ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിസ്ര ആണ്. മിസ്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഇബ്നെ മറിയം ഹുവാ കരേ കോയി മെരേ ദുഃഖി ദവാ കരേ കോയി. ഇതിൽ എത്ര മിസ്രകളാണുള്ളത്, 1, 2. ഇതിൻ്റെ ഓരോ വരികളെയും ഓരോ ലൈനുകളെയാണ് നമ്മൾ മിസ്ര എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഷേർ ആണെന്നുണ്ടെങ്കിൽ ഈ 2 എണ്ണം കൂടി ചേരുമ്പോൾ 2 മിസ്രകൾ ചേർന്നിട്ടാണ് ഒരു ഷേർ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് തഷ്ബിയ ആണ്, അഥവാ അനാലജി എന്നൊക്കെ പറയും. അനാലജി എന്ന് പറയുന്നതാണ്, നോക്കൂ, മെരാ ബേട്ട ഷെർക്കി തരാഹേ അല്ലെങ്കിൽ പങ്കുടി ഇക് ഗുലാബ് കിസി ഹേ. ഇത് മീറിൻ്റെ ഗസലത്തെ ഒരു വരിയാണ്. ഇതിൽ നോക്കൂ, ഈ കീ തര
കീസി എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യാണ്, ഉപമിക്കുകയാണ്. എൻ്റെ മകൻ സിംഹത്തിനെ പോലെയാണ് എന്ന് കീ തര എന്ന് വെച്ചിട്ട് ഉപമിച്ചു. അതുപോലെ പങ്കുടി ഇക്ക് ഗുലാബ് കീ സീഹെ, റോസാപ്പൂവിൻ്റെ ഇതള് പോലെ അല്ലേ, റോസാപ്പൂവിനെ പോലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഉപമിക്കുകയാണ്. അപ്പം കീ തര കീ സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വസ്തുവിനെ വേറൊന്നുമായിട്ട് ഉപമിക്കുന്നതിനെയാണ് തഷ്ബിയ എന്ന് പറയുന്നത്. ഇനി ഇപ്പം അടുത്തത് ഇസ്തിയാരയാണ് അഥവാ മെറ്റാഫറാണ്. മേരാ ബേട്ട ഷേർ ഹേ, മേരി ബേട്ടി ഗുലാബ് ഹേ എന്ന് വെച്ചാൽ എൻ്റെ മകൻ സിംഹമാണ്, എൻ്റെ മകൾ റോസാപ്പൂവാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് എൻ്റെ മകൻ സിംഹമാണ് എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയുകയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളത് ഈ കീ തര വന്നു കഴിഞ്ഞാൽ അത് മാറി എന്തായി, തഷ്ബിയയായി പോയും. അതല്ല, അത് കറക്റ്റായിട്ട് കീ തര ഇല്ലാതെയാണ് പറയുന്നതെങ്കിൽ, ഉപമിക്കുന്നില്ല, നേരിട്ട് അതിനെ ആ വ്യക്തി അതുമായി ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലാണ് എന്ത് പറയുന്നത്, ഇസ്തിയാര. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാബിക്ക അഥവാ നമ്മൾ പ്രിഫിക്സ് സഫിക്സ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ പ്രിഫിക്സ് ആണിത്. നോക്കൂ, ഈ വാക്ക് നോക്കുകയാണെങ്കിൽ ഖുഷ് കിസ്മത്ത് ബദ്നസീബ്, ഇതിൽ എന്ത് ചെയ്യാണ്, ഒരു വാക്കിൻ്റെ മുന്നിൽ വേറെ ഒരു വാക്ക് ചേർക്കുന്നു അല്ലേ. എങ്ങനത്തെ ഹുഷ് ബദ് ബേ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ചേർത്തിട്ട് ആ വാക്കുകൾ 2 വാക്കാക്കി മുറക്കെ ബാക്കി മാറ്റുകയാണ്. അപ്പോൾ ഒരു ലഫ്സിൻ്റെ മുന്നിൽ ഇതുപോലെയുള്ള സംഭവം ചേർക്കുമ്പോൾ ഹുഷ് ബദ് എന്നൊക്കെ പറഞ്ഞ് ബേഹദ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്, സാബിക്ക എന്നാണ് പറയുക. ഇനിയിപ്പോൾ ലാഹിക്കയാണെന്നുണ്ടെങ്കിൽ ലാഹിക്ക എന്ന് പറഞ്ഞാൽ സഫിക്സ് ആണ്, അഥവാ ഒരു വേർഡിന് ശേഷം വരുന്നത്. നോക്കൂ, ലഫ്സ് കെ ആഹിർ മേ ജോഡ്നെ വാലെ അൽഫാസ്, അഥവാ ഇപ്പോൾ നോക്കൂ, കുത്തുബ് ഖാന, ദവാഖാന അല്ലേ, ഖൗഫ്നാക്ക്, ഇതിൽ ഹാന എന്നുള്ളത് ആഡ് ചെയ്തതാണ്. ഇതാണ് എന്തിതിൽ ലാഹിക്ക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സഫിക്സ്, ഇത് പ്രിഫിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഹുദാ ഹാഫിസ്.